എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് രഹസ്യമായി പോകാം ആരും അറിയാതെ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പുഷ്പം ഫയലായി സ്വീകരിച്ചുള്ള റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങളെന്നും അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണ്? നിങ്ങളെക്കുറിച്ച് എന്താണ് ആ വ്യക്തി കരുതുന്നത്? ആ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? എന്ത് ഉദ്ദേശത്തിലാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നിത്യാദിയായിട്ടുള്ള ഒരുപാട് സംശയങ്ങളും ഒരുപാട് കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് വല്ല വെറുപ്പുമുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ വെറുക്കുന്നു? എന്തായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിലെ ഇത് സംബന്ധമായ കാര്യങ്ങളുള്ളത്? അങ്ങനെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കും? ഏതെല്ലാം സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങളെ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ സ്നേഹിക്കും? അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും മറച്ചു വെക്കുകയോ മറക്കുകയോ നിങ്ങളെ പറ്റിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം ആ വ്യക്തിയുടെ ഹൃദയത്തിലാണുള്ളത്. ആ വ്യക്തിയുടെ ഹൃദയം എന്ന് പറയുന്നത് വളരെ ദുർബലമായൊരു ഹൃദയമാണ്. വളരെ പെട്ടെന്ന് വാടിപ്പോവുകയോ ഒരു രൂക്ഷമായ വാക്കോ ഒരു പ്രവൃത്തിയോ അതൊന്നും സഹിക്കാൻ കഴിയാതെ പെട്ടെന്ന് ദുഃഖത്തിനടിമയാകുന്ന ഒരു വ്യക്തിയാണ്. എന്തും താങ്ങുവാനായിട്ട് ആ വ്യക്തിക്ക് ശേഷിയുണ്ടെന്ന് നിങ്ങൾ കരുതണ്ട. ഒരുപക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ വ്യക്തി ഒരു ശക്തമായ ഹൃദയത്തിൻ്റെ ഉടമയാണ്. ആ വ്യക്തിയുടെ വാക്കും പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയേക്കാം. പക്ഷേ ഒരിക്കലുമല്ല. പക്ഷെ ആ വ്യക്തിയിലേക്ക് തനിക്ക് ചുറ്റുമുള്ളവരെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അത് ആ വ്യക്തിയുടെ പെരുമാറ്റം, സ്വഭാവം, ആ വ്യക്തിയുടെ ജീവിത രീതികൾ, അതിലൂടെയെല്ലാം ആ വ്യക്തിക്ക് അതിന് സാധിക്കുകയും ചെയ്യും. പക്ഷേ തൻ്റെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ ഒന്നും ആ വ്യക്തി കാണുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷിച്ച് ജീവിച്ചു പോവുക. എപ്പോഴും ആ വ്യക്തി തൻ്റെ പതനം അല്ലെങ്കിൽ തൻ്റെ തളർച്ച ഒക്കെ ഭയപ്പെടുകയല്ല, അത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധം ആ വ്യക്തിക്കുണ്ട്. മാത്രമല്ല ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ യഥാവിധി സന്തോഷിക്കുക, അല്ലെങ്കിൽ തനിക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കണമെന്നില്ല എന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ട്. പിന്നെ ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ എല്ലാം നല്ലതായിരിക്കണമെന്നില്ല. തീരുമാനങ്ങളിൽ പലതരത്തിലുള്ള തെറ്റുകളും ചിന്താഗതിയിലും പലതരത്തിലുള്ള തെറ്റുകളും വന്നുകൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് അറിയാം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് അപഗ്രഥിച്ചെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കും ഒരിക്കലും വേണ്ട. കാരണം ആ വ്യക്തിക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് പ്രവർത്തിക്കുമ്പോഴും പൂർണ്ണമായ അറിവ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ പിന്നീട് തെറ്റാണെന്ന് നിങ്ങൾക്കും ആ വ്യക്തിക്കും ലോകത്തിന് മുഴുവനും തോന്നുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നന്മ മനസ്സിൽ സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണ്. തൻ്റെ ജീവൻ പോയാലും താൻ പറയുന്ന അല്ലെങ്കിൽ താൻ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ തൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും നടന്നാൽ മതി, മറ്റുള്ളവരെന്തും ആയിക്കോട്ടെ എന്നുള്ള ചിന്തയൊന്നും ആ വ്യക്തിക്കില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ സന്തോഷവും സമാധാനവും പുലർത്തി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹം കാണിക്കുന്നത് ശരിയാണ്, അത് നന്മയുമാണ്, അത് ഒറിജിനലായിട്ടുള്ളതുമാണ്. അടുത്തതായിട്ട് വിളക്ക് ഫയലായി സ്വീകരിച്ച റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഒരുപാട് കടപ്പാടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ പല തീരുമാനങ്ങളും, നിർണായകമായ പല ആഗ്രഹങ്ങളും, നിർണായകമായ പല നേട്ടങ്ങളും നൽകുന്നതിൽ ഈ വ്യക്തി സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേവലം ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി പറയുകയോ പ്രതികൂലമായി പറയുകയോ ചെയ്യുന്ന വ്യക്തിയല്ല. നിങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കുന്ന, പരിപൂർണമായി നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ നേർരേഖ, അതിൻ്റെ കൃത്യമായ ഒരു തലം നിങ്ങൾക്ക് നൽകാൻ ആ വ്യക്തി തയ്യാറാണ്. ഒരിക്കൽ പോലും ആ വ്യക്തി നിങ്ങളെ തകർക്കാനോ
നിങ്ങളെ നശിപ്പിക്കാനോ ഒന്നും ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ കൃത്യമായ രീതിയിൽ രക്ഷിച്ചെടുക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. നിങ്ങളതിൽ നിന്ന് രക്ഷിച്ചെടുത്ത് നിങ്ങളെ നേർവഴിയിലാക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പോലും ആ വ്യക്തി നിങ്ങളെ വളഞ്ഞ വഴിയിൽ പറ്റിക്കുകയോ നിങ്ങളിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിക്ക് നഷ്ടമുണ്ടെങ്കിലും ആ വ്യക്തിയുടെ ജീവിതം സങ്കടത്തിലായാലും ശരി നിങ്ങളെ നേർവഴിക്ക് നയിക്കുക, നിങ്ങൾക്ക് നന്മയുണ്ടാകുക. ഒരുപക്ഷേ ആ വ്യക്തി നിങ്ങളോട് വഴക്കടിക്കുകയോ നിങ്ങളോട് ചൂടാകുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം. ആ വ്യക്തി നിങ്ങളെ സദാസമയം ഉപദേശിച്ചെന്ന് വരാം പല കാര്യങ്ങളെക്കുറിച്ച്. അത് നിങ്ങൾ കൂടുതൽ ആ കാര്യത്തിൽ ആകാൻ വേണ്ടിയാണ്, ശ്രദ്ധയുള്ളൊരു വ്യക്തിയാകാനും ഒക്കെയാണ്. അല്ലാതെ നിങ്ങളിൽ അമിതമായ ഭരണം കൊണ്ടുവരികയോ നിങ്ങളെ ആ വ്യക്തിയുടെ ഭരണത്തിൽ കീഴിലാക്കുകയോ എന്നുള്ള ലക്ഷ്യമില്ല. പ്രയോഗത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയേക്കാം. എന്തു പറഞ്ഞാലും ഒരു എന്താ പറയുക, ആജ്ഞാ സ്വഭാവമുള്ള ചില കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ നിങ്ങളോടെപ്പോഴും ആജ്ഞാപിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ആജ്ഞ നടത്തി നിങ്ങളെ ഭരിക്കാനല്ല, നേരെ മറിച്ച് നിങ്ങളുടെ വഴികളിൽ വഴിവിളക്കായി മാറാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ വ്യക്തി എന്തിനും ഏതിനും എന്നെ ചോദ്യം ചെയ്യുന്നു, എൻ്റെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നു, എന്താണ് ഈ വ്യക്തിക്ക് ഇത്ര കാര്യമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷെ തിളക്കമുള്ളൊരു വിളക്ക് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച ആ വ്യക്തി. നിങ്ങൾക്കറിയാൻ കഴിയും, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വ്യക്തി എനിക്ക് നൽകിയിരിക്കുന്ന ഉപദേശങ്ങളും ആ വ്യക്തി എനിക്ക് നൽകിയിരിക്കുന്ന നന്മകളെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ വ്യക്തിക്കൊരു കുഴപ്പമെന്ന് പറയുന്നത് എപ്പോഴും ആ വ്യക്തിയുടെ ഒരു രക്ഷകർത്താവായി അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷകർത്താവായി ആ വ്യക്തിക്കാകണം. നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മറ്റൊരാളുടെ ഉപദേശം നിങ്ങൾ കേൾക്കാൻ പോവുകയോ മറ്റൊരാൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയോ ഇദ്ദേഹം അല്ലെങ്കിൽ ഇവർ അല്ലാതെ ആരെങ്കിലും നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമില്ല. നമ്മൾ രഹസ്യമായ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് പോകുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നൊരു എപ്പോഴും എനിക്ക് ഇന്ന ആളായിട്ട് ജീവിക്കണം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉള്ള നേട്ടങ്ങളും എൻ്റെ ജീവിതത്തിലുള്ള നന്മകളും എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകളൊക്കെ ഞാൻ പകർന്നു നൽകാം ഈ വ്യക്തിക്ക്. പക്ഷേ ആ വ്യക്തി എന്നെ മാത്രം അനുസരിക്കണമെന്ന് പറയുമ്പോൾ ആ വ്യക്തി പറയുന്നത് നിങ്ങൾ കേൾക്കാനല്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളല്ലാതെ ഒരു രക്ഷകർത്താവ് ഉണ്ടാകരുത്. രക്ഷകർത്താവ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന, എല്ലാ നന്മകളും ചെയ്യുന്ന, ആ വ്യക്തിയെ ഉപദേശിക്കാൻ അധികാരമുള്ള, ആ വ്യക്തിക്ക് നന്മ മാത്രം നൽകുന്ന, അതൊക്കെ ശരി തന്നെ. പക്ഷേ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ആ വ്യക്തിയല്ലാതെ മറ്റാരെങ്കിലും നിങ്ങൾ ഉപദേശം സ്വീകരിക്കുകയോ മറ്റാരെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോവുകയോ ഒക്കെ ചെയ്ത് ആ വ്യക്തിക്ക് വിഷമാകും. കാരണം ആ വ്യക്തിക്ക് നിങ്ങൾ വേണം എന്നും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.